രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജാമ്യം ലഭിച്ച് ഇപ്പോൾ അദ്ദേഹം വീട്ടിലുണ്ടെങ്കിലും അതിജീവിത പലതരത്തിലുള്ള പരാതികളുമായി വീണ്ടും രംഗത്തുണ്ട്. പക്ഷെ അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയല്ല. ഈ ഒരു സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച് അതിജീവിതമാർ രംഗത്ത് വന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ രാഹുലിനെ പിന്തുണച്ചും അതുപോലെ രാഹുലിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നിരവധി ആളുകൾ ഫേസ്ബുക്ക് പോസ്റ്റുകളും അതുപോലെ ട്രോളുകളും അതുപോലെ തന്നെ അവരുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് അഭിപ്രായം പങ്കുവച്ചിട്ടുള്ള അതേസമയം അതിജീവിതയെ അധിക്ഷേപിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള മാനസികമായി അവരെ തളർത്തുന്ന രീതിയിൽ ഏതെങ്കിലും പോസ്റ്റുകളോ മറ്റോ പങ്കുവച്ചിട്ടുള്ള ആളുകൾക്കെതിരെയാണ് അതിജീവിത കേസുമായി മുൻപോട്ട് പോകുന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം കേസിലെ അതിജീവിത സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. സുപ്രീം കോടതി അഭിഭാഷക ദീപ ജോസഫ് നൽകിയ റിട്ട് ഹർജിയിലാണ് അതിജീവിത തടസ്സ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. ഇതിൽ ദീപ ജോസഫ് കൃത്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ തുടരെ ഉയർന്നു വന്ന ഘട്ടത്തിലെല്ലാം തന്നെ രാഹുലിനൊപ്പം അല്ലെങ്കിൽ രാഹുലിനെ അവർ വിമർശിക്കുന്നുണ്ട്. അതേസമയം അതിജീവിതയെ കുറിച്ച് അതിജീവിതയുടെ ഭാഗത്ത് ശരിയുണ്ടോ അല്ലെങ്കിൽ അത് തെറ്റല്ലേ എന്ന് പറഞ്ഞുകൊണ്ടും പോസ്റ്റുകൾ പങ്കുവച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ദീപ ജോസഫ്. എത്രയൊക്കെ സത്യങ്ങൾ മൂടിവെക്കാൻ ശ്രമിച്ചാലും തന്റെ കൈകളിലടക്കം പല തെളിവുകളുണ്ട്, താനത് പുറത്തുവിടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പോസ്റ്റുകൾ നമ്മളടക്കം അത് വാർത്ത ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കൃത്യമായിട്ട് നിയമവശങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പോസ്റ്റുകൾ പങ്കുവച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ദീപ ജോസഫ്. അപ്പോൾ ആ ദീപ ജോസഫിനെതിരെയാണ് ഇപ്പോൾ അതിജീവിത രംഗത്ത് വന്നിരിക്കുന്നത്. അതിജീവിതയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച കേസിലെ പ്രതിയാണ് ദീപ ജോസഫ്. ദീപ ജോസഫിന്റെ ഹർജിയിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുൻപ് തന്റെ വാദം കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് തടസ്സ ഹർജി. അഭിഭാഷകൻ KR സുഭാഷ് ചന്ദ്രനാണ് അതിജീവിതയുടെ തടസ്സ ഹർജി ഫയൽ ചെയ്തത്. ദീപ ജോസഫിന്റെ റിട്ട് ഹർജിയിലെ ഉള്ളടക്കം എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. കേരള പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്ന ആവശ്യത്തിന് പുറമെ ചില ഭരണഘടനാ വിഷയങ്ങളും ഹർജിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വകുപ്പിന്റെ ഭരണഘടനാ സാധുത ഉൾപ്പെടെ ചോദ്യം ചെയ്താണ് റിട്ട് ഹർജി എന്നാണ് സൂചന. അതിജീവിതയെ അധിക്ഷേപിച്ചുകൊണ്ട് സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റിനെതിരെ വലിയ വിമർശനങ്ങൾ അതിജീവിതയെ പിന്തുണയ്ക്കുന്നവരുടെ ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു. തുടർന്ന് അതിജീവിതയ്ക്ക് മാനസിക സംഘർഷം ഉണ്ടാകുകയും ചെയ്തിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരുന്നു. പക്ഷേ താൻ ആരെയും അധിക്ഷേപിച്ചിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി FIR റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ദീപ ജോസഫ് റിട്ട് ഹർജി നൽകുകയായിരുന്നു. ഈ ഹർജിയിലാണ് അതിജീവിത ഇപ്പോൾ തടസ്സ ഹർജി നൽകി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. തന്റെ ഭാഗം കൂടി കേട്ടതിന് ശേഷം മാത്രമേ ഇതിൽ തീരുമാനമെടുക്കാവൂ എന്ന് അതിജീവിത ഹർജിയിൽ പറയുന്നുണ്ട്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിജീവിത പരാതി നൽകിയതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ രാഹുലിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒട്ടേറെ പ്രതികരണങ്ങളാണ് വന്നിട്ടുണ്ടായിരുന്നത്. രാഹുലിനെ പിന്തുണച്ച് രംഗത്ത് വന്ന അഡ്വക്കേറ്റ് ദീപ ജോസഫ് കൃത്യമായിട്ട് മൂർച്ചേറിയ വാക്കുകളിലൂടെയായിരുന്നു ഇതിനെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അമ്പലം വിഴുങ്ങിയ കഥകളും അഴിമതിയും ഭരണ നിഷ്ക്രിയത്വവും മൂടിവെക്കാനുള്ള തന്ത്രമാണ് ഈ കേസെന്ന് ആരോപിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകളായിരുന്നു അവർ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. അതായത് മറ്റു പല വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടേണ്ട സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ അനാവശ്യമാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ അനാവശ്യമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളായിരുന്നു ദീപ ജോസഫ് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. അതിനെതിരെയായിരുന്നു അതിജീവിത രംഗത്ത് വന്നിരുന്നത്. ദീപ ജോസഫിനെതിരെ മാത്രമല്ല തന്നെ ഇത്തരത്തിൽ തന്റെ വ്യക്തിപരമായി തന്നെ അധിക്ഷേപിക്കുന്ന രീതിയിൽ പോസ്റ്റുകൾ പങ്കുവച്ചിട്ടുള്ളവർക്കെതിരെ എല്ലാം തന്നെ അതിജീവിത കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു, FIR ഇടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് സുപ്രീം കോടതി വരെ എത്തിയിരിക്കുകയാണ്. അതേസമയം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ പുതിയ പരാതികളൊന്നും തന്നെ ഉയർന്നു വന്നിട്ടില്ല. അടുത്തൊരു നിയമഘട്ടം കടക്കുമ്പോൾ പല ഡിജിറ്റൽ തെളിവുകളടക്കം തന്നെ കോടതി വിശദമായി പരിശോധിച്ച് വരികയാണ്. അതേസമയം ലൈംഗിക പീഡന കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അയോഗ്യരാക്കണമെന്ന പരാതി നിയമസഭയുടെ എത്തിക്സ് കമ്മിറ്റി ഇനിയിപ്പോൾ നാളെ ഞായറാണ്, അത് കഴിഞ്ഞ് തിങ്കളാഴ്ച പരിഗണിക്കും. രാഹുലിനെതിരെ DK മുരളി MLA നൽകിയ പരാതിയെ സ്പീക്കർ A ഷംസീർ എത്തിക്സ് കമ്മിറ്റിക്ക് കൈമാറിയിരുന്നു. മൂന്നാമത്തെ പരാതിയിൽ കോടതി ജാമ്യം അനുവദിച്ചതോടെ രാഹുൽ ജയിലിൽ നിന്ന് പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് MLA സ്ഥാനം
സ്ഥാനത്ത് നിന്ന് അയോഗ്യരാക്കണമെന്ന് വരുന്ന പരാതിയെ കമ്മിറ്റി പരിശോധിക്കുന്നത്. മുരളി MLA നിയമസഭയുടെ മാനദണ്ഡങ്ങൾ ലംഘിച്ച രാഹുലിനെതിരെ ഉചിതമായ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കത്ത് നൽകിയത്. അധാർമിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന MLA-മാരെ എത്തിക്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പുറത്താക്കാൻ സാധിക്കുന്നതാണ്. ഈ സാഹചര്യത്തിലാണ് DK മുരളി MLA പരാതിയുമായി രംഗത്ത് വന്നത്. തിങ്കളാഴ്ച നടക്കുന്ന പ്രാഥമിക വിലയിരുത്തലിന് ശേഷം തുടർന്നുള്ള നടപടികളിലേക്ക് കടക്കും. പരാതിക്കാരനായ DK മുരളിയുടെയും ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും മൊഴികളും കമ്മിറ്റി രേഖപ്പെടുത്തും. പരാതിക്ക് ആസ്പദമായ തെളിവുകൾ ഹാജരാക്കാൻ ഇരുവർക്കും സമയം അനുവദിക്കും. തെളിവുകളും മൊഴികളും പരിശോധിച്ച ശേഷം കമ്മിറ്റി സ്പീക്കർക്ക് റിപ്പോർട്ട് നൽകും. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സഭയിൽ അന്തിമ തീരുമാനം എടുക്കുക. അധാർമിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന MLA-മാരെ പുറത്താക്കാൻ എത്തിക്സ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം സഭയ്ക്ക് അധികാരമുണ്ട്. രാഹുലിനെതിരെ ഉയർന്ന ഗുരുതരമായ ലൈംഗിക ആരോപണങ്ങൾ സഭയുടെ അന്തസ്സിന് കളങ്കമുണ്ടാക്കിയെന്നാണ് പരാതിയിൽ പറയുന്നത്. ശാസന മുതൽ പുറത്താക്കൽ വരെയുള്ള ശിക്ഷാ നടപടികൾ സഭയ്ക്ക് സ്വീകരിക്കാം. നിലവിൽ ലൈംഗിക പീഡന കേസിൽ അന്വേഷണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും അദ്ദേഹം MLA സ്ഥാനത്ത് തുടരുകയാണ്. തിങ്കളാഴ്ചത്തെ സമിതി യോഗം രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിയിൽ അതീവ നിർണായകമാകും. അതിനുശേഷമായിരിക്കും ഒരു തീരുമാനമെടുക്കുക. അതോ ഇനിയൊരു റീ എൻട്രി രാഹുലിന് ഉണ്ടാകുമോ എന്നുള്ളത് കൂടി കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ആദ്യഘട്ടത്തിലൊക്കെ തന്നെ പരാതി ഉയർന്നപ്പോഴും കുറച്ചു കാലം അദ്ദേഹം വീടിന് പുറത്തൊന്നും ഇറങ്ങിയിരുന്നില്ല. അതിനുശേഷം വളരെ ശക്തനായി തന്നെ അദ്ദേഹം പല പൊതുപരിപാടികളിൽ വരികയും മാധ്യമങ്ങളെ കാണുമ്പോഴൊക്കെ തന്നെ വളരെ ചിരിയായിരുന്നു മറുപടി. പാലക്കാട് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ തന്നെ പല മേഖലകളിലും അദ്ദേഹം സജീവമായി വന്നിരുന്നു. പിന്നീടാണ് വീണ്ടും 2-3 പരാതികൾ ഉയർന്നു വന്നത്. ഏതായാലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം ലഭിച്ച് വീട്ടിലെത്തിയതിനു ശേഷം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഇനി ഒരു തിരിച്ചുവരവ്, ഇനി ഒരു രാഷ്ട്രീയ ഭാവി അദ്ദേഹത്തിന്റെ എന്തായിരിക്കും എന്നുള്ളത് കൂടി ഈ ഒരു നിയമസഭയിൽ തിങ്കളാഴ്ച എത്തിക്സ് കമ്മിറ്റി എടുക്കുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനമാക്കിയായിരിക്കും. അത് എന്തായിരിക്കും ആ ഒരു നിർണായക നീക്കം എന്നുള്ളത് കൂടിയായിരിക്കും രാഹുലിന്റെ ഇനി അങ്ങോട്ടുള്ള നീക്കത്തിന് ഏറെ നിർണായകമാവുക.